Hi friends, വീണ്ടും ജോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള പൊരിച്ച കോഴിയുടെ ബിരിയാണി. പതിവ് ചിക്കൻ ബിരിയാണി വെക്കുന്നതിനേക്കാൾ കുറച്ച് വ്യത്യസ്തമായ പാചക രീതിയാണ്. കോഴി ആദ്യം പൊരിച്ചെടുക്കണം. അതിനുശേഷം നല്ല മസാലയൊക്കെ പിടിപ്പിച്ചതിന് ശേഷമാണ് പൊരിച്ച ചിക്കൻ നമ്മൾ ബിരിയാണി ചോറിലേക്ക് ഇട്ട് ദം ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു ബൗളിൽ 1 കിലോ എല്ലോട് കൂടിയ ചിക്കൻ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർക്കുക. നന്നായി ഇളക്കുക. അടച്ചു വെച്ച് 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്തു വയ്ക്കുക. മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയാണ്. ഒരു ഗ്രൈൻഡറിൽ 15-18 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 10 പച്ചമുളക് എടുക്കുക. ഒന്ന് ചെറുതായി അരച്ചെടുക്കുക. പേസ്റ്റ് പോലെ ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കിട്ടിയാൽ മതി. പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി മാറ്റിവെക്കുക. ഒരു പാനിൽ 4 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. അതിലേക്ക് 4 അരിഞ്ഞ സവോള ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുക. സവോള ഫ്രൈ ചെയ്യുമ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുക. ആദ്യം തീ കൂട്ടി വയ്ക്കുക. പിന്നെ മീഡിയം തീയിലേക്ക് വെച്ച് ഫ്രൈ ചെയ്യുക. ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്യുക. ചെയ്ത സവോള ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. അതിൽ 1/4 ഭാഗം ദം ചെയ്യുമ്പോൾ ഗാർണിഷിങ്ങിന് വേണ്ടി മാറ്റിവെക്കുക. ബാക്കി 1/4 ഭാഗം കൈകൊണ്ട് നന്നായി പൊടിച്ചു വയ്ക്കുക. കോഴിയുടെ കൂടെ പിന്നീട് ചേർക്കാൻ വേണ്ടിയാണത്. ഇനി സവോള ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ 14 അണ്ടിപ്പരിപ്പ് ചേർത്ത് ഫ്രൈ ചെയ്യുക. ഒരു മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് 12 ഉണക്കമുന്തിരിയും ചേർക്കുക. 15 സെക്കൻഡ് കഴിയുമ്പോൾ കോരി എടുത്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. ഒരു പാനിൽ 6 ടേബിൾ സ്പൂൺ എണ്ണ എടുക്കുക. നമുക്ക് സവോള ഫ്രൈ ചെയ്ത എണ്ണയും ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ചേർത്ത് ഫ്രൈ ചെയ്യുക. ആദ്യം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുക. അതിനുശേഷം മീഡിയം തീയിലേക്ക് വെച്ച് 3-4 മിനിറ്റ് ഫ്രൈ ചെയ്യുക. ഒരു ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ മറ്റേ ഭാഗം മറിച്ചിട്ട് ഫ്രൈ ചെയ്യുക. അരി വേവിക്കുന്നതിന് വേണ്ടി ഒരു വലിയ പാത്രത്തിൽ 4 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുക. ഒപ്പം 4 ടേബിൾ സ്പൂൺ എണ്ണയും എടുക്കുക. അതിലേക്ക് 2 കഷ്ണം കറുവപ്പട്ട, 4 ഏലക്കായ, 4 ഗ്രാമ്പു, 1 ബേ ലീഫ് ചേർത്ത് 1 മിനിറ്റ് ചൂടാക്കുക. ഇനി 6 കപ്പ് വെള്ളം ചേർക്കുക. നാല് കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് വേണ്ടത്. രണ്ട് ടീസ്പൂൺ ഉപ്പും ചേർക്കുക. വെള്ളം പെട്ടെന്ന് തിളയ്ക്കുന്നതിന് വേണ്ടി മൂടി അടച്ചു വയ്ക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച് 7-8 മിനിറ്റ് ചൂടാക്കുക. വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ 4 കപ്പ് കുതിർത്ത ജീരകശാല അരിയിടുക. ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വയ്ക്കുക.
7-8 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം. ചോറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റിവെക്കാം. ഒരു പാനിൽ 4 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. അതിലേക്ക് നേരത്തെ അരച്ചു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് 1 മിനിറ്റ് വഴറ്റുക. ഇനി 3 അരിഞ്ഞ തക്കാളിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. മൂടി അടച്ചു വെച്ച് 8-10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറക്കാം. നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് പൊടിച്ചു വെച്ച 1/4 ഭാഗം സവോള ഇതിലേക്ക് ചേർക്കുക. നന്നായി ഇളക്കുക. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇടുക. മുക്കാൽ കപ്പ് മല്ലിയിലകളും 1/2 കപ്പ് പുതിനയും ചേർക്കുക. ഒപ്പം 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, 4 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് നന്നായി ഇളക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് നന്നായി ഇളക്കുക. മൂടി അടച്ചു വെച്ച് 5-6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. 6 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറക്കാം. ചിക്കൻ്റെയും മസാലയുടെയും നല്ല മണം വരുന്നുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ വേവിച്ചു വെച്ച ചോറിൻ്റെ പകുതി ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ചെറുതായി ഗരം മസാലപ്പൊടി വിതറുക. ശേഷം കുറച്ച് മല്ലിയിലയും പുതിന ഇലയും വിതറുക. ഫ്രൈ ചെയ്ത സവോള ഇട്ട് കൊടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർക്കുക. ഇനി നമ്മുടെ ചിക്കൻ മസാല ഗ്രേവിയോട് കൂടി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മീതെ ബാക്കിയുള്ള നമ്മുടെ ചോറിടുക. വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഗരം മസാലപ്പൊടി വിതറുക. ബാക്കിയുള്ള മല്ലിയില, പുതിനയില ചേർക്കുക. ഫ്രൈ ചെയ്ത സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.
പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ? മൂടി അടച്ചു വയ്ക്കുക. ലോ ഫ്ലെയിമിൽ 10-12 മിനിറ്റ് ചൂടാക്കുക. 10-12 മിനിറ്റ് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. പിന്നെ ഒരു 20 മിനിറ്റ് തുറക്കാതെ അങ്ങനെ തന്നെ വയ്ക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ മൂടി തുറക്കുക. നമ്മുടെ പൊരിച്ച കോഴീൻ്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഈ പൊരിച്ച കോഴീൻ്റെ ബിരിയാണിക്ക് ഒരു പ്രത്യേക മണവും രുചിയാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ബിരിയാണി വെച്ച് കഴിച്ചു നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.